ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2024 മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം, അതായത് 2024 വിവിധ 10th പ്രിലിംസ് പരീക്ഷകൾ നടന്നിട്ടുണ്ട്. ആ പരീക്ഷകളിൽ നിന്നുള്ളൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പല സെറ്റുകളായിട്ടാണ് ക്ലാസ് തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. 10th പ്രിലിംസിൻ്റെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യപേപ്പറിനെയും വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓരോ സെറ്റുകളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി. ഉത്തരം 1 പൈസ നിക്ഷേപം. ഉത്തരം 1 പൈസ നിക്ഷേപം. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. മൂന്നാമത്തെ ചോദ്യം: ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായി. ഉത്തരം ചെറായി. അഞ്ചാമത്തെ ചോദ്യം: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. ഉത്തരം നരേന്ദ്രമോദി. ആറാമത്തെ ചോദ്യം: പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? EMS. ഉത്തരം EMS. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി? KR നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി KR നാരായണൻ. അടുത്ത ചോദ്യം: ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം? ഹൈദരാബാദ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഒമ്പതാമത്തെ ചോദ്യം: ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. പത്താമത്തെ ചോദ്യം: കണ്ണിലെ ഏറ്റവും വലിയ അറ? വിട്രിയസ് അറ. കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. 11ാമത്തെ ചോദ്യം: കൊരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കൊരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ഉത്തരം കണ്ണ്. ഉത്തരം കണ്ണ്. 12ാമത്തെ ചോദ്യം: ശ്രവണത്തിനു സഹായിക്കുന്ന ചെവിയിലെ ഭാഗം? ക്ലോക്കിയ. ശ്രവണത്തിനു സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ക്ലോക്കിയ. 13ാമത്തെ ചോദ്യം: നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ? നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ? പാപ്പില്ലകൾ. ഉത്തരം പാപ്പില്ലകൾ. 14ാമത്തെ ചോദ്യം: അരിമ്പാറയ്ക്കു കാരണം? വൈറസ്. അരിമ്പാറയ്ക്കു കാരണം വൈറസ്. 15ാമത്തെ ചോദ്യം: പരിചയമുള്ള വസ്തുക്കളുടെ പേരുകൾ കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം? വെർണിക്സ് ഏരിയ. ഉത്തരം വെർണിക്സ് ഏരിയ. അടുത്ത ചോദ്യം: ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. 17ാമത്തെ ചോദ്യം: അർബുദം ബാധിക്കാത്ത അവയവം? ഹൃദയം. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാകുന്ന ഉപകരണം? പേസ് മേക്കർ. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാകുന്ന ഉപകരണം പേസ് മേക്കർ. 19ാമത്തെ ചോദ്യം: അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം? 120 ദിവസം. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. അടുത്തത് 20ാമത്തെ ചോദ്യം: നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ? നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം
ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ. അസ്ഫിക്സിയ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ. സിറോസിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ്. 21ാമത്തെ ചോദ്യം. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. 23ാമത്തെ ചോദ്യം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. അമിനോ ആസിഡുകൾ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകൾ. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. ജീവകം ഡി. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം. കുഷ്ഠം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം. അടുത്തത് നമ്മൾ അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ 10-നാണ്. അടുത്ത ചോദ്യം. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത ആരാണ്? വയലറ്റ് ആൽവ. 3ാമത്തെ ചോദ്യം. എവിടെയാണ് ഹൊറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ജമ്മു കാശ്മീരിൽ. എവിടെയാണ് ഹൊറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ജമ്മു കാശ്മീർ. 4ാമത്തെ ചോദ്യം. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ഏതൊക്കെയാണ്? ലെന്റിക്കുലറുകളാണ് ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41. 7ാമത്തെ ചോദ്യം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം. ഉത്തരം കേരള നടനം. 8ാമത്തെ ചോദ്യം. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 9ാമത്തെ ചോദ്യം. വെള്ളാരം കല്ല് രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെള്ളാരം കല്ല് രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ്. ഉത്തരം സിലിക്കൺ ഡയോക്സൈഡ്. അടുത്തത് 10ാമത്തെ ചോദ്യം. AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണം. റെക്ടിഫയർ. AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? റെക്ടിഫയർ ആണ്. അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് 50 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഏതു നിറത്തിനാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യാൻ കഴിയുന്നത്? ഏതു നിറത്തിനാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യാൻ കഴിയുന്നത്? ഉത്തരം കറുപ്പ്. കറുപ്പ് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 2ാമത്തെ ചോദ്യം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. ഫ്രീനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രീനോളജി. അടുത്തത് 3ാമത്തെ ചോദ്യം. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ടഫ്ലോൺ. ഉത്തരം ടഫ്ലോൺ. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടഫ്ലോൺ. അടുത്തത് 4ാമത്തെ ചോദ്യം. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി. OM നമ്പ്യാർ. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി OM നമ്പ്യാർ. 5ാമത്തെ ചോദ്യം. ഇൻഡിക്ക എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? മെഗസ്തനീസ്. അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി OM നമ്പ്യാർ. ഇൻഡിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് മെഗസ്തനീസ്. 6ാമത്തെ ചോദ്യം. മെഗസ്തനീസ് ഏതു രാജ്യക്കാരനായിരുന്നു? മെഗസ്തനീസ് ഗ്രീക്ക് രാജ്യക്കാരനാണ് കേട്ടോ. ഗ്രീക്ക് രാജ്യക്കാരനാണ് മെഗസ്തനീസ്. അടുത്തത് 7ാമത്തെ ചോദ്യം. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്ന പ്രാചീന ഗ്രന്ഥം. ഇൻഡിക. നമ്മൾ പറഞ്ഞു ഇൻഡിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് ഗ്രീക്ക് രാജ്യക്കാരനാണ്. ഇൻഡിക്കയിൽ എന്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെ പറ്റിയുള്ള വിവരങ്ങളാണ്
പ്രാചീന ഗ്രന്ഥമായ ഇന്ത്യയിൽ പരാമർശിച്ചിരിക്കുന്നത്? എട്ടാമത്തെ ചോദ്യം, അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. ഒൻപതാമത്തെ ചോദ്യം, കാർഗിൽ യുദ്ധം നടന്ന വർഷം? 1999. കാർഗിൽ യുദ്ധം നടന്ന വർഷം എന്നാണ് 1999. പത്താമത്തെ ചോദ്യം, കടുവയുടെ ക്രോമസോം സംഖ്യ? 38. കടുവയുടെ ക്രോമസോം സംഖ്യ 38. 11ാമത്തെ ചോദ്യം, ഇന്ത്യയെ കൂടാതെ കടുവ ദേശീയ മൃഗമായ അയൽ രാജ്യം ഏത്? ഇന്ത്യയെ കൂടാതെ കടുവ ദേശീയ മൃഗമായ അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. നോട്ട് ചെയ്യുക, ബംഗ്ലാദേശ്. അമർത്യ സെന്നിന് അമർത്യ എന്ന പേര് നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അമർത്യ സെന്നിന് അമർത്യ എന്ന പേര് നൽകിയത്. ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? റേ ടോംലിൻസൺ ആണ് ഇമെയിൽ എന്ന സംവിധാനം കണ്ടുപിടിച്ചത്. 14ാമത്തെ ചോദ്യം, അക്ഷരങ്ങളെയും വാക്കുകളെയും തിരിച്ചറിയാൻ കഴിയാത്ത തലച്ചോറിന്റെ അവസ്ഥ? ഡിക്ലിസിയ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പല പ്രശ്നങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. 16ാമത്തെ ചോദ്യം, താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ വേഗത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. താപനില ഉയരുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. 17ാമത്തെ ചോദ്യം, മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം? റിഫ്രാക്ഷൻ. മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം റിഫ്രാക്ഷൻ. 18ാമത്തെ ചോദ്യം, അമേരിക്കൻ ഒട്ടകപ്പക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ്? റിയ ആണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇറിഡിയമാണ് മഴവിൽ ലോഹം എന്ന് അറിയപ്പെടുന്നത്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇറിഡിയം. 20ാമത്തെ ചോദ്യം, വായുവിൽ പുകയുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. 21ാമത്തെ ചോദ്യം, പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഏതാണ്? വാഴപ്പഴമാണ്. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന എന്താണ്? വാഴപ്പഴം. 22ാമത്തെ ചോദ്യം, മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് തരം മാങ്ങയാണ്? അൽഫോൻസ മാങ്ങയാണ് കേട്ടോ. മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൻസ. 23ാമത്തെ ചോദ്യം, കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏതു മരത്തിൻ്റെതാണ്? തേക്ക്. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏതു മരത്തിൻ്റെതാണ്? തേക്ക്. 24ാമത്തെ ചോദ്യം, 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഉത്തരം വാഗ്ഭടാനന്ദൻ. ശ്രദ്ധിക്കുക, 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? വാഗ്ഭടാനന്ദന്റെ വാക്കുകളാണ്. 25ാമത്തെ ചോദ്യമാണ് അടുത്തത്. AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ ഡൽഹിയിലാണ്. ഉത്തരം ഡൽഹി. 26ാമത്തെ ചോദ്യം, പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AK ഗോപാലനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ. ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ. 27ാമത്തെ ചോദ്യം, ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈഴവർക്ക് വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 28ാമത്തെ ചോദ്യം, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ടി ഭാസ്കരൻ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ടി ഭാസ്കരൻ. 29ാമത്തെ ചോദ്യം, വിനയകാഷ്ടം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 30ാമത്തെ ചോദ്യം, കുമാരനാശാന്റെ ഏതു രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? കുമാരനാശാന്റെ ഏതു രചനയിലെ നായക കഥാപാത്രമാണ് മദനൻ? ഉത്തരം ലീല. ലീല എന്ന രചനയിലെ നായക കഥാപാത്രത്തിന്റെ പേരെന്താണ്? മദനൻ. 31ാമത്തെ ചോദ്യം, ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിർദ്ദേശമായി ഗണിക്കപ്പെടുന്നത്? ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിർദ്ദേശമായി ഗണിക്കപ്പെടുന്നത്? ഉത്തരം
സംസ്കൃതം. ഉത്തരം സംസ്കൃതമാണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡിഫ്തീരിയ. ഉത്തരം ഡിഫ്തീരിയ. 33ാമത്തെ ചോദ്യം. ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം? ഇന്നർ ടെമ്പിൾ. ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം ഇന്നർ ടെമ്പിൾ. 34ാമത്തെ ചോദ്യം. എറിത്രേറിയൻ കടൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെങ്കടൽ. എറിത്രേയൻ കടൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ചെങ്കടലാണ്. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ്? കാളിദാസൻ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ്? കാളിദാസൻ. 36ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം? മീസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. 37ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ വലിപ്പം 182 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ വലിപ്പം 182 മീറ്റർ. 38ാമത്തെ ചോദ്യം. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഹോക്കിയിൽ നിന്നുള്ള ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അതാണ് ദേശീയ കായിക ദിനമായി നമ്മൾ ആചരിക്കുന്നത്. 39ാമത്തെ ചോദ്യം. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടി. അടുത്തത് 40ാമത്തെ ചോദ്യം. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ? സൈറ്റോകനിൻ. സൈറ്റോകനിൻ എന്ന ഹോർമോൺ ആണ് തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത്. 41ാമത്തെ ചോദ്യം. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന? ഇഷിഹാര ടെസ്റ്റ്. ഉത്തരം ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. 32ാമത്തെ ചോദ്യം. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം? ക്ലോക്കിയ. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ക്ലോക്കിയ. 43ാമത്തെ ചോദ്യം. വസൂരിക്ക് കാരണമായ രോഗകാരി? വേരിയോള വൈറസ്. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. 44ാമത്തെ ചോദ്യം. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു? മയോഗ്ലോബിൻ. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ. 45ാമത്തെ ചോദ്യം. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഏതാണ്? മുട്ട. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന എന്താണ്? മുട്ടയാണ്. 46ാമത്തെ ചോദ്യം. ഗോവ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ? കൊങ്ങിണി. ഗോവ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? കൊങ്ങിണി. 47ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഭാഗ്യനഗർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? ഹൈദരാബാദ്. ഭാഗ്യനഗർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരേതാണ്? ഹൈദരാബാദ്. 48ാമത്തെ ചോദ്യം. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ്? ലിയാർഡോ ഡാവിഞ്ചിയാണ് അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. 49ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം? 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986. 50ാമത്തെ ചോദ്യം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായി നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായി നവറോജിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 നടന്ന വിവിധ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ അനവധി ചോദ്യങ്ങളാണ് പഠിച്ചത്. ഓരോ സെറ്റുകളായിട്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഡിസംബർ 28ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.